മുസരിസ് പ്രോജക്റ്റ് ലിമിറ്റഡും പറവൂർ മുസരിസ് ടൂറിസം സഹകരണ സംഘവും സംയുക്തമായി സംഘടിപ്പിച്ച ഓണനിലാവ് പറവൂർ നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. രമേശ് ഡി കുറുപ്പ്, എം.ജെ. രാജു, എം.കെ. ബാനർജി, എൻ.ഐ. പൗലോസ്, ജോബി പഞ്ഞിക്കാരൻ, ജോസ് മാളിയേക്കൽ, പ്രിൻസൺ തോമസ്, സാദത്ത്, രാജൻ, കുട്ടപ്പൻ, ജയ ദേവാനന്ദൻ, ത്രേസ്യാമ്മ തുടങ്ങിയവർ സംസാരിച്ചു. സ്ഥല സൗകര്യങ്ങൾ കാരണം പുഴയിലാണെങ്കിൽ കൂടി അതൊരു ബ്ലോക്കായി തന്നെയാണ് ഈ വർക്ക് ചെയ്യാത്ത ഇമ്പോർട്ടുകൾ ഇവിടെ കിടക്കുന്നത്. അപ്പോൾ അതവിടെ സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷെ അതിനൊരു പറഞ്ഞ് എത്രയും പെട്ടെന്ന് അത് വർക്കിംഗ് കണ്ടീഷനായി ഇവിടുന്ന് മാറ്റി വർക്കിംഗ് കണ്ടീഷനാക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം ഈ പ്രദേശം ആകെ ഇരുണ്ട് കിടന്നിരുന്ന ഒരവസ്ഥയിലായിരുന്നു. പക്ഷെ ഈ ഒരു പദ്ധതിക്ക് തുടക്കം കുറിച്ചതോടുകൂടി ഇവിടെ കുറേയും കൂടി പുതിയ ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിംസിന്റെ അതായത് പൈതൃകമായി ചരിത്ര പ്രധാനമായ പൈതൃകമായി ഉള്ള പദ്ധതികൾ നിലനിർത്തിക്കൊണ്ട് പഴമ നിലനിർത്തിക്കൊണ്ട് പുതുക്കി പണിതുകൊണ്ട് തന്നെയാണ് ഈ പൈതൃക പദ്ധതിക്ക് അത് മുൻതൂക്കം കൊടുത്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മള് ഈ ഓണനിലാവ് എന്നുള്ള പരിപാടി 5 വർഷം മുമ്പാണ് തുടക്കം ആരംഭിച്ചത്. നമ്മൾ 1 വർഷം മാത്രമാണ് നടത്തിയിരുന്നത്. പിന്നെ എല്ലാ തവണയും ന്യൂ ഇയർ പരിപാടിയായിട്ടാണ് ഇവിടെ നടത്തിയിരുന്നത്. കഴിഞ്ഞ നമുക്ക് നടത്താൻ സാധിച്ചില്ല. പക്ഷേ അതിന് മുമ്പുള്ള എല്ലാ വർഷവും മുസ്ലിംസ് വയസ്സാക്കിയിട്ട് നമ്മളിവിടെ പരിപാടികൾ അവതരിപ്പിക്കാറുണ്ട്. ശരിക്കും പറയാമെങ്കിൽ ഈ നാട്ടിലെ കലാകാരന്മാർക്ക് ഒരു അവസരം കൊടുക്കുക എന്നുള്ളതാണ് റെസ്പോൺസിബിൾ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് നമ്മളിവിടെ നടപ്പായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പുതിയ MD ഇവിടെ മുസ്ലിംസിൻ്റെ MD ഒക്കെ ചാർജ് എടുത്തിട്ടുണ്ട്. നമ്മളെല്ലാവരും നിരന്തരം പറയുന്നു. ഇപ്പോൾ പൗലോസേട്ടനും ബാനർജിയൊക്കെ ഒരു കഴിഞ്ഞ 4 വർഷമായി രീതിയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ കുറേ നാമാവിശേഷമായ റിപ്പയർ ചെയ്യേണ്ട കുറേ ബോട്ടുകൾ ഒരു ബോട്ട് യാർഡാക്കി നമ്മുടെ പറവൂരത്തെ തട്ടുകൾ പൊളിച്ചിട്ട് മാറ്റി വേറെ പല കാര്യങ്ങളും നടത്തുന്നുണ്ട്. പക്ഷേ നമുക്കിന്ന് MD നമ്മൾ ഈ പരിപാടി നടത്തുന്നതിന് മുമ്പ്